നമസ്കാരം. ആഴ്ചകൾക്ക് മുമ്പ്, അതായത് കഴിഞ്ഞ മാസം ഞങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്ന ഒരു വാർത്തയുണ്ടായിരുന്നു. ഞങ്ങൾ പുറത്തു കൊണ്ടുവന്ന ഒരു വാർത്തയുണ്ടായിരുന്നു. ആ വാർത്ത മറ്റൊന്നുമല്ല, വേൾഡ് മലയാളി കൗൺസിൽ എന്ന പ്രവാസി സംഘടനയുടെ 14ാമത് ബൈനിയൽ കോൺഫറൻസ് അസർബൈജാനിലെ ബാക്കുവിൽ വെച്ച് നടക്കുന്നു എന്ന വാർത്തയാണ്. ആ വാർത്ത ഞങ്ങൾ പുറത്തു കൊണ്ടുവന്നത്, അല്ലെങ്കിൽ അതിൻ്റെ അങ്ങനെ ഒരു വാർത്ത വിമർശനാത്മകമായി എടുക്കാനുള്ള കാരണമെന്നത് എല്ലാവർക്കും അറിയാവുന്നതുപോലെ അസർബൈജാൻ ഇന്ന് ഇന്ത്യയുടെ ശത്രു രാജ്യമാണ്. അതായത് ഓപ്പറേഷൻ സിന്ദൂർ നടക്കുന്ന സമയത്ത് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള ഒരു സൈനിക സംഘർഷമുണ്ടാകുന്ന സമയത്ത് പാകിസ്ഥാനെ തുറന്ന് പിന്തുണച്ച 2-3 രാജ്യങ്ങളേ ഉള്ളൂ. അതിലൊരു രാജ്യമാണ് അസർബൈജാൻ. അസർബൈജാനും തുർക്കിയും ചൈനയുമൊക്കെ പാകിസ്ഥാനൊപ്പം നിന്ന രാജ്യങ്ങളാണ്. ഇതിൽ പരസ്യമായി തന്നെ ഇന്ത്യ വിരുദ്ധ നിലപാട് സ്വീകരിച്ച, പരസ്യമായി തന്നെ പാകിസ്ഥാന് ആയുധങ്ങളും അതുപോലെ തന്നെ പണവും ഒക്കെ നൽകാൻ തയ്യാറായ രാജ്യങ്ങളിൽ ഒന്നാണ് അസർബൈജാൻ. ആ അസർബൈജാൻ എന്ന രാജ്യത്തേക്ക് ധാരാളം ടൂറിസ്റ്റുകൾ ഇന്ത്യയിൽ നിന്നൊക്കെ പോയിക്കൊണ്ടിരുന്നതാണ്. ഈ ഓപ്പറേഷൻ സിന്ദൂറിന് ശേഷം ഇന്ത്യയിലെ എല്ലാ ടൂറിസ്റ്റ് കമ്പനികളും, എല്ലാ ടൂറിസം കമ്പനികളും അവിടേക്കുള്ള പാക്കേജുകളെല്ലാം നിർത്തിവെച്ചു. അവിടേക്ക് ടിക്കറ്റ് ബുക്ക് ചെയ്ത് വിനോദസഞ്ചാരത്തിന് പോകേണ്ടിയിരുന്ന വിനോദസഞ്ചാരികളെല്ലാം, രാഷ്ട്രബോധമുള്ള പൗരന്മാരെല്ലാം തങ്ങളുടെ യാത്ര റദ്ദാക്കി. ആ രാജ്യത്തോടുള്ള എതിർപ്പ് കൃത്യമായി തന്നെ പാലിച്ചു. തുർക്കിയും അസർബൈജാനും ഒക്കെ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന കമ്പനികളെ നമ്മൾ ബഹിഷ്കരിച്ചു. അവിടെ നിന്നുള്ള ഉൽപ്പന്നങ്ങളെ നമ്മൾ ബഹിഷ്കരിച്ചു. യുദ്ധകാലത്ത് രാജ്യത്തോടൊപ്പം നിൽക്കുന്നു എന്ന് കാണിക്കാൻ പറ്റിയ ഒരു അവസരമായി കണ്ട് ജനങ്ങൾ അസർബൈജാനെ ഒറ്റപ്പെടുത്തി. പക്ഷേ ആ സമയത്തും ഒരു മലയാളി സംഘടന അസർബൈജാനെ സഹായിക്കാൻ ഒരുങ്ങി നിന്നു. അത് മറ്റാരുമല്ല, വേൾഡ് മലയാളി കൗൺസിലായിരുന്നു. വേൾഡ് മലയാളി കൗൺസിലിൻ്റെ 14ാമത് ബൈനിയൽ കോൺഫറൻസ് അസർബൈജാനിലെ ബാക്കുവിൽ വെച്ച് നടത്തും എന്നായിരുന്നു പ്രഖ്യാപനം. അത് ശരിയല്ല, അത് രാജ്യവിരുദ്ധമായ ഒരു പ്രവർത്തനമാണ് എന്ന് ചൂണ്ടിക്കാണിക്കുകയാണ് ഞങ്ങൾ ആ വാർത്തയിലൂടെ ചെയ്തത്. അപ്പോഴും ഈ വേൾഡ് മലയാളി കൗൺസിലിൻ്റെ ഭാരവാഹികൾ അവിടെ വച്ച് തന്നെ ഈ പരിപാടി നടത്തും എന്ന വാശിയിലായിരുന്നു. ഞങ്ങളുടെ ആ വാർത്തയ്ക്ക് മുന്നേ വേൾഡ് മലയാളി കൗൺസിലിൻ്റെ ഭാരവാഹികളോട് അഭിപ്രായം തേടിയിരുന്നു. പക്ഷേ അവർ പ്രതികരിക്കാൻ തയ്യാറായില്ല. ദേശസ്നേഹികളായ പലരും ഇവരെ ഉപദേശിച്ചു, പല സംഘടനകളും ഉപദേശിച്ചു, പല അഭിപ്രായങ്ങളും ഈ തീരുമാനത്തിനെതിരെ വന്നു. ആ സംഘടനയിലെ അംഗങ്ങൾ തന്നെ സംഘടനയുടെ ഈ തീരുമാനത്തിനെതിരെ രംഗത്ത് വരികയും ഈ പരിപാടി ബഹിഷ്കരിക്കുകയും ഒക്കെ ചെയ്തതാണ്. അപ്പോഴും ഈ സംഘടനയുടെ ഔദ്യോഗിക നേതൃത്വം ഈ പരിപാടിയുമായി മുന്നോട്ട് പോയി. അസർബൈജാനിലെ ബാക്കുവിൽ വച്ച് തന്നെ പരിപാടി നടത്തും എന്ന് വാർത്താ സമ്മേളനം നടത്തി പ്രഖ്യാപിക്കുകയും ചെയ്തതാണ്. പക്ഷേ വിധി മറ്റൊന്നായിരുന്നു. ഇറാഖും ഇസ്രയേലും അമേരിക്കയും ഒക്കെയുള്ള സംഘർഷം വർദ്ധിച്ചു വന്നു. ഈ കഴിഞ്ഞ ജൂൺ 27 മുതൽ 30 വരെയാണ് അസർബൈജാനിൽ ഈ സമ്മേളനം നടത്താൻ നിശ്ചയിച്ചിരുന്നത്. പക്ഷേ ആ സമയത്ത് അങ്ങോട്ടേക്കുള്ള എല്ലാ വിമാന സർവീസുകളും റദ്ദായി. ഈ സംഘർഷം കാരണം ആ പ്രദേശങ്ങളിലെ വ്യോമപാത മുഴുവൻ അടച്ചിട്ടു. അങ്ങോട്ടേക്കുള്ള വിമാനങ്ങളെല്ലാം റദ്ദാക്കി. വിമാനങ്ങൾക്കൊന്നും അങ്ങോട്ട് പോകാൻ പറ്റാത്ത സ്ഥിതി വന്നു. ഒടുവിൽ ഇവർക്ക് ഗത്യന്തരമില്ലാതെ അസർബൈജാനിലെ ബാക്കുവിൽ നിന്നും ദുബായിലേക്ക് അവരുടെ സമ്മേളനം മാറ്റേണ്ടി വന്നു. ഇതാദ്യമേ ദേശസ്നേഹികൾ പറഞ്ഞതാണ്. പക്ഷേ കേട്ടില്ല. വാശിയാണ്. അറിയാത്ത പിള്ള കൊണ്ടാലേ പഠിക്കൂ എന്നൊക്കെ പണ്ട് പഴഞ്ചൊല്ലിൽ പറയും പോലെ ഇത്തരത്തിൽ വാശിയോടുകൂടി രാജ്യവിരുദ്ധ പ്രവർത്തനം ചെയ്യാനായി ഉരുമ്പിട്ടിറങ്ങിയവരായിരുന്നു. പക്ഷേ അവർക്ക് ഒടുവിൽ വിധി മറിച്ചായിരുന്നു. ദുബായിലേക്ക് ആ പരിപാടി മാറ്റേണ്ടി വന്നു. അസർബൈജാനിലെ ആ പരിപാടി റദ്ദാകുകയും ചെയ്തു. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്. രാവുമായണം രാമനെ അറിയണം. സ്കൂൾ കുട്ടികൾക്കായുള്ള രാമായണം പ്രശ്നോത്തരി ജൂലൈ 20 ഞായറാഴ്ച രാവിലെ 9 മണിക്ക്. സ്ഥലം കൃഷ്ണപിള്ള മെമ്മോറിയൽ ഓഡിറ്റോറിയം, നന്ദാവനം, തിരുവനന്തപുരം. രാമായണ മാസാചരണത്തോടനുബന്ധിച്ച് തത്വമയി TV സ്കൂൾ കുട്ടികൾക്കായി ഒരു രാമായണം പ്രശ്നോത്തരി സംഘടിപ്പിക്കുന്നു. ഈ വരുന്ന ജൂലൈ മാസം 20 ഞായറാഴ്ച തിരുവനന്തപുരം നന്ദാവനം കൃഷ്ണപിള്ള മെമ്മോറിയൽ ഓഡിറ്റോറിയത്തിൽ വെച്ചാണ് ഈ പ്രശ്നോത്തരി പരിപാടി സംഘടിപ്പിക്കുന്നത്. 10 വയസ്സിനും 15 വയസ്സിനും ഇടയിലുള്ള കുട്ടികൾക്കാണ് പ്രശ്നോത്തരിയിൽ പങ്കെടുക്കാൻ കഴിയുക. പങ്കെടുക്കാൻ താല്പര്യമുള്ളവർ പേര്, പഠിക്കുന്ന സ്കൂളിന്റെ ID കാർഡ്, ജനനത്തീയതി തെളിയിക്കുന്ന തിരിച്ചറിയൽ രേഖ എന്നിവ സഹിതം 9034347838 എന്ന നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്യുക. ഒരു കുട്ടിക്ക് 100 രൂപയാണ് രജിസ്ട്രേഷൻ ഫീസ്. പ്രവേശനം ആദ്യം രജിസ്റ്റർ ചെയ്യുന്ന 54 കുട്ടികൾക്ക് മാത്രം. വിജയികൾക്ക്
ആകർഷകമായ സമ്മാനങ്ങൾ.